ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് സംഭവം എന്നല്ലേ? ഇതെൻ്റെ അച്ഛൻ്റെ പുതിയ കടയാണ് കേട്ടോ. കടയൊക്കെ ഓൾറെഡി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ കട തുടങ്ങുന്നതിന് മുന്നേ അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു, ചേട്ടാ 2-3 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതുപോലൊരു കട നമ്മൾ അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്ത് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കട എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു കേട്ടോ. ഞാൻ ജനിച്ച് എൻ്റെ ഓർമ്മ വെച്ച നാളത്തെ അച്ഛൻ ഗൾഫിൽ തന്നെയാണ്. അപ്പോൾ അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കട വയ്ക്കുക, ഒരു കട തുടങ്ങുക, വേറെ പണിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ ആയിരുന്നു അച്ഛൻ്റെത്. അപ്പോൾ കട വയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഒരു പേടിയായിരുന്നു. കാരണം സക്സസ് ആവുമോ, അച്ഛൻ ഇതുവരെ പരിചയമില്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ നമുക്കൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഫ്രണ്ട്സും അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അച്ഛൻ തുടർന്നു. അച്ഛൻ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് ആയി, കാരണം സക്സസ് ആവും. അച്ഛൻ എപ്പോഴും പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ശരിയായി, നല്ല മംഗളമായിട്ട് തന്നെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാവരും ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ കടയിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കട വരുന്നത് നമ്മുടെ അണപ്പാട് ഭജനവാടം മുരുകക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇനി അവിടെ ഉത്സവമൊക്കെ തുടങ്ങിയാണ്. എല്ലാവരും അമ്പലത്തിൽ വരുമ്പോൾ എന്തായിരുന്നാലും അച്ഛൻ്റെ കടയിൽ വരാൻ മറക്കല്ലേ കേട്ടോ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് മോനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വൈകിട്ടായപ്പോൾ വീണ്ടും കടയിലോട്ട് വന്നേ. അപ്പോൾ ഫുൾ കുട്ടിപ്പട്ടാളങ്ങൾസൊക്കെ ഫുൾ ഉണ്ടായിരുന്നു. അവർ നല്ല ആവേശത്തിലായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. രാവിലെ വരാൻ പറ്റാത്തവരൊക്കെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒരു വലിയൊരു സ്വപ്നം സഫലമായി. അപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ അച്ഛൻ കൊണ്ടുപോകട്ടെ, കടയൊക്കെ നല്ല സക്സസ് ആയിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ പറ്റുന്ന ജോലി ചെയ്ത് ജീവിക്കുന്നത് ഏറ്റവും നല്ലൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണല്ലേ. ഞാൻ എപ്പോഴും പറയുന്നതാ, നമ്മൾ വിചാരിക്കുന്ന ജോലി കിട്ടണമെന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കടയുടെ പേര് ശ്രീമുരുക സ്റ്റോഴ്സ് എന്നാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും